പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കാത്തിരിപ്പിനൊടുവിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. PSCയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി പ്രൊഫൈലിൽ ചെന്നിട്ട് ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വിശദാംശങ്ങളിലേക്ക് പോകാം, നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് നമുക്ക് കണ്ണാടി വെച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കാം. അതിന് മുന്നേ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒട്ടേറെ വീഡിയോകൾ ഈ പരീക്ഷയ്ക്കായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഒട്ടേറെ വീഡിയോകൾ ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോഴ്സിന്റെ ലിങ്കുകളുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ട്രയൽ ക്ലാസ്സുകളൊക്കെ കാണാം. ചെറിയ ഫീസിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് എൻറോൾ ചെയ്ത് ഇപ്പോൾ തന്നെ ഈ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള തസ്തികയിലേക്ക് പഠനം ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. കാറ്റഗറി നമ്പർ 233/2024 അതാണ് നമ്മുടെ ഇത്തവണത്തെ ഈ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ. ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, കേരള പോലീസിലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ് നിയമനം വരുന്നത്. ദെൻ നെയിം ഓഫ് ദ പോസ്റ്റ് നമുക്കറിയാം, ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്നുള്ളതാണ് ഈ തസ്തികയുടെ പേര്. സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക, 43,400 മുതൽ 91,200 വരെയുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നിശ്ചിത യോഗ്യതയുള്ളവരെ സംബന്ധിച്ച് ഒട്ടും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു പോസ്റ്റ് തന്നെയാണ്. വേക്കൻസികൾ സ്പെസിഫൈ ചെയ്യുന്നില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 20-ലേറെ പേർക്ക് ഓൾറെഡി നിയമനം ലഭിച്ച് കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് ഇത്തവണയും അത്രയും തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി അപ്പോയിന്റ്മെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 36 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ പറയുന്നുണ്ട്. 2/1/1988, അതായത് 1988 ജനുവരി 2-ാം തീയതിക്ക് ശേഷം ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ അങ്ങനെ ജനിച്ചവർക്കാണ്, അതിനുള്ളിൽ ജനിച്ച ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. SC ST അതുപോലെ തന്നെ OBC വിഭാഗങ്ങൾക്ക് യൂഷ്വലായിട്ട് കിട്ടുന്ന ഏജ് റിലാക്സേഷനും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ക്വാളിഫിക്കേഷൻ? BSc ഡിഗ്രി, അതായത് ഡിഗ്രിയാണ്. BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ്, BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ഫിസിക്സ്, ഈ യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസും ഇതോടൊപ്പം, ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെന്റിൽ PSC ഇക്വലന്റ് ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണ് അതും ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ ഒരു ബിരുദം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിന് ഇക്വലന്റ് ആയിട്ട്, അതായത് നിങ്ങളുടെ ഡിഗ്രിയുടെ പേര് മറ്റെന്തെങ്കിലും ആണ്, പക്ഷേ നിങ്ങൾക്ക് BSc കെമിസ്ട്രിക്കോ അല്ലെങ്കിൽ BSc ഫിസിക്സിനോ ഇക്വലന്റ് ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യോഗ്യതയാണ് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ണിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഇവിടെ പറയുന്നുണ്ട്, വിത്തൗട്ട് ഗ്ലാസസ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലേതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ണടയില്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസ്റ്റന്റ് വിഷൻ, റൈറ്റ് ഐക്ക് 6/6 ലെഫ്റ്റ് ഐക്ക് 6/6 വേണം. അതുപോലെ തന്നെ നിയർ വിഷൻ, റൈറ്റ് ഐക്ക് 0.5 ലെഫ്റ്റ് ഐക്ക് 0.5 വേണം എന്നുള്ള നോർമൽ സ്റ്റാൻഡേർഡ് വിഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം, കണ്ണടയില്ലാതെ. ഇനി ഇത് എപ്പോഴും ആവശ്യമായിട്ട് വരിക, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം, ഇതുണ്ടെന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഷോർട്ട് ലിസ്റ്റിൽ വന്ന ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പറയും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയത്ത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഈ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ്, ഒരു അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത യോഗ്യതയുള്ള ഒരു സർക്കാർ ഡോക്ടറുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിച്ച് ഹാജരാക്കേണ്ടി വരും. അപ്പൊ നിശ്ചിത യോഗ്യതയുള്ളവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള യോഗ്യത. ഈ പറഞ്ഞ കളർ ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ സ്ക്വിൻറ്റ്, അത്തരം എന്തെങ്കിലും യോഗ്യത, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളിൽ അവർ ഡിസ്ക്വാളിഫൈ ആവും എന്ന് നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇക്വലന്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോമും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വെരിഫിക്കേഷന്റെ സമയത്ത്, നിങ്ങൾ പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റിൽ വന്ന സമയത്താണ് ഇതൊക്കെ ആവശ്യമായിട്ട് വരിക. അപ്പോൾ മറക്കരുത്, ഇതിന്റെ ആപ്ലിക്കേഷന്റെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 4-ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട, കൃത്യമായിട്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. അവസാന ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്താണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത്. അപ്പോൾ ഇതിന് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത് BSc ഫിസിക്സ്, അതായത് ഇലക്ട്രോണിക്സ് സബ്ബായിട്ട് എടുത്തിട്ടുള്ള BSc ഫിസിക്സുകാർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ BSc പോളിമർ കെമിസ്ട്രി അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. BSc B.Ed ഫിസിക്കൽ സയൻസ് ഈ യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം.
അല്ലെങ്കിൽ BSc MSc ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BSMS ബാച്ചലർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് കെമിസ്ട്രി എന്ന യോഗ്യതയുള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അവർ ഈ പറഞ്ഞതിന്റെ അർത്ഥം അവർ മറ്റ് സർട്ടിഫിക്കറ്റുകളൊന്നും ഹാജരാക്കേണ്ട കാര്യമില്ല. അവർക്ക് ഡയറക്ട്ലി അപ്ലൈ നൗ എന്ന ബട്ടൺ കൊടുത്ത് നിങ്ങൾക്ക് PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി, അതായത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് BSc കെമിസ്ട്രി ഇക്വലന്റ് ആണ് നിങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ മാത്രമല്ല കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിലാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ പോലും നിങ്ങൾക്ക് BSc കെമിസ്ട്രിയുമായിട്ടോ അല്ലെങ്കിൽ BSc ഫിസിക്സുമായിട്ടോ ഇക്വലന്റ് ആണ് നിങ്ങളുടെ യോഗ്യത എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമായിട്ട് വരിക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി കാത്തിരിക്കാൻ സമയമില്ല. ഇതിൻ്റെ പരീക്ഷ അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. കുറഞ്ഞതൊരു 6 മാസമെങ്കിലും നിശ്ചയമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടും. ഇതിൻ്റെ സിലബസ് എന്താണ്? ഫിസിക്സ് ഒരു 40 മാർക്കിന് ചോദിക്കും, കെമിസ്ട്രിയുടെ 40 മാർക്കിന് കെമിസ്ട്രി ഉണ്ട്, IT ആൻഡ് സൈബർ ലോ 10 മാർക്കിനുണ്ട്, 10 മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ്. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള റിവിഷനും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, അസസ്മെന്റ് ടെസ്റ്റുകളും മെന്ററിങ്ങും ഒക്കെ അടങ്ങിയ ഒരു ഫുൾ പാക്കേജ് ആണ് ഐപ്ലസിന്റെ കോഴ്സ്. ഐപ്ലസിന്റെ കോഴ്സിൽ ഒട്ടേറെ പേർ ഓൾറെഡി ജോയിൻ ചെയ്ത് പഠനം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ആ കൂട്ടത്തിൽ ചേരാം. ഇടയ്ക്കിടെ ലൈവ് ക്ലാസ്സുകളുമായിട്ടൊക്കെ നമ്മളുണ്ടാവും. അതുൽ സാറാണ് ഐപ്ലസിന്റെ എക്സ്പെർട്ട് ഫാക്കൽറ്റി ആയിട്ടുള്ള അതുൽ സാർ തന്നെയാണ് ഈ ഒരു കോഴ്സിന്റെ മെന്റർ എന്ന് പറയുന്നത്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറും അതുപോലെ HSST ഫിസിക്സ് അത്തരം ഒട്ടേറെ പരീക്ഷകളിൽ ഉയർന്ന റാങ്കുകൾ നേടിയ അതേ ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും മടിക്കേണ്ട, പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് നടന്നെത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.